ഇത് നമ്മൾ എവിടെ നിർത്തുമ്പോൾ ബ്രേക്ക് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ആണ്. പിന്നെ ഇതാണ് ഇതിന്റെ കാല് ചവിട്ടി കൊടുക്കുക. ബുള്ളറ്റിന്റെ ടയർ. പ്രിയമുള്ളവരെ, പുതിയകാവ് ചക്കവള്ളി റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് ഇത്തരത്തിൽ നമ്മൾ ഈ കാണുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു വണ്ടി കണ്ട്. എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു വണ്ടിയുടെ ഭംഗിയും ആ ഒരു എന്തോ ഒരു പഴയ ഈ ഒരു അറ്റൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവം. നമുക്കൊരു ചേച്ചി, അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ചേച്ചിയാണ് ഈ വണ്ടി പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദിച്ചോ. അപ്പൊ നമ്മൾ ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഈ പഴയ കാലങ്ങളിൽ ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേക്ക് ഒരു വണ്ടിയുടെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലുള്ള വണ്ടിയാണോ ഇത്? അത് വെച്ചിട്ട് ചെയ്തതാണെന്നാ അവർ പറയുന്നത്. അതിനെ മോഡലാക്കിക്കൊണ്ട് ചെയ്തതാണ്. ഇത് എവിടുന്ന് ചെയ്തുകൊണ്ടുവന്നതാണ്? ഹരിയാനയിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് ഇതിനകത്ത് നോക്കും. ഇങ്ങനെ ദേഹത്തൊരു നമ്മള് മഴയത്തും പോണം, സ്കൂട്ടറിന്റെ ഉപയോഗം ഇല്ലാതെ നമുക്ക് ഇങ്ങനെ പോണം, മഴയത്തും പോണം, വെയിലത്തും പോണം. ഇതിന് ലൈസൻസ് വേണോ? ഇതിന് ഇതുവരെ ലൈസൻസ് വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. ചോദിച്ചു. അപ്പൊ ഇത് നമുക്ക് ചേച്ചിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഒരു ബൈക്കിൽ പോകുന്നതിനപ്പുറം സേഫ്റ്റി അല്ലെ. പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ഇതുപോലൊരു വണ്ടി വേണമെന്ന് അതിനകത്തൊരു പാഷൻ ഉണ്ടാവണം, ഒരു വണ്ടിയോടുള്ള അല്ലെ. അപ്പൊ അതാണോ ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്? എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹം ഇങ്ങനത്തെ ഉള്ള സ്കൂട്ടറിനകത്ത് പോകുന്നതിനെക്കാട്ടി സേഫ് അല്ലേ ഇത്? അതെ അല്ലേ. ഇതിപ്പോ എത്ര നാളായി ഈ വണ്ടി എടുത്തിട്ട്? 7-8 മാസമായി. 7 മാസമായി. നമുക്ക് എത്ര കിലോ വരെ വെയിറ്റ് താങ്ങും? 300 കിലോ അവര് പറഞ്ഞേക്കുന്നത്. 300 കിലോ അല്ലേ? ഞാന് പശുവിന്റെ തീറ്റയും കോഴിയുടെ തീറ്റയും എല്ലാം ഇതിനകത്ത് എടുത്തോണ്ട് പോകും. പിന്നെ വീട്ടിലെ സാധനങ്ങളെല്ലാം. ഇത് ഫ്യൂവലിൽ തന്നെയല്ലേ ഓടുന്നതോ? എങ്ങനെ അല്ല, ഇതല്ലേ ഇലക്ട്രിക് ആണ്? ഇലക്ട്രിക് വണ്ടിയാണ് അല്ലേ? ഇലക്ട്രിക് വണ്ടിയാ. നമുക്ക് എത്ര സ്പീഡ് വരെ കയറാൻ പറ്റും? 46 വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. 46 വരെ? എന്നാലും വെച്ച് പറയും. എവിടെ വീട്? എവിടെയാ? ഇടയ്ക്കാട് മലനട. ഓക്കെ. അപ്പൊ ഇതിലാണ് സ്ഥിര യാത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു വണ്ടി കാണാൻ പറ്റിയത്. അപ്പൊ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സാധാ വണ്ടി പോലെ കീ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കാണുന്ന ഹാൻഡ് ബ്രേക്ക് ആണ്. ഈ ഹാൻഡ് ബ്രേക്ക് വെച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യാം. ഈ കാണുന്നതിന്റെ ഗിയർ ആണ്. നമുക്ക് ഈ ഗിയറിൽ ഫ്രണ്ട്, ബാക്ക്, റിവേഴ്സ് ആ 2 പ്രവർത്തനം മാത്രമേ ഇതിനകത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ആക്സിലേറ്റർ, ബ്രേക്ക്, വേറെ ഒന്നുമില്ല. സിമ്പിൾ ആണ് വണ്ടി കൊണ്ടു നടക്കാൻ. ഇതോട്ടുള്ള ഈ യാത്ര എങ്ങനെയുണ്ട്? സുഖകരമാണോ? കംഫർട്ടാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി വണ്ടി ചേച്ചിയുടെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സാധിച്ചു കൊടുത്തുകൊണ്ട് നമുക്കും നമ്മുടെ കരുനാഗപ്പള്ളിക്കാർക്കും കാണാൻ പറ്റി. ആണല്ലേ? ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഓടിക്കാൻ തോന്നും. അതുപോലത്തെ നല്ല ഭംഗിയിൽ അതിന്റെ ഒരു രൂപകൽപ്പനയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരുപാട് നന്ദി. താങ്ക് യു.